പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ വിശുദ്ധ കാലം നമ്മൾക്ക് ഒരുമിച്ച് ചേർന്ന കർത്താവിനെ സ്തുതിപ്പാൻ തക്കണം ഇങ്ങനെ ഒരു അവസരം ദൈവം ഒരുക്കി തന്നതിനായി നമുക്ക് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം. അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനം ദൈവദാസനിൽ കൂടെ കേൾക്കുവാൻ തക്കണം ഇടയായല്ലോ. ചില ആഴ്ചകളായി നമ്മൾ അവിശ്വാസത്തെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അവിശ്വാസം വലിയ പാപം ആണ് എന്ന് നമ്മൾ ഈ ദിവസങ്ങളിൽ ധ്യാനിക്കുവാൻ തക്കവണ്ണം ഇടയായി. എല്ലാ പാപങ്ങളെക്കാൾ വലുതാണ് അവിശ്വാസം. നമ്മൾ അങ്ങനെ ഒരു വേള പോലും ചിന്തിച്ചിരുന്നില്ല എങ്കിൽ അവിശ്വാസം ഏറ്റവും വലിയ പാപമാണ് എന്ന് നമ്മൾക്ക് ഈ ദിവസങ്ങളിൽ മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിഞ്ഞു. അവിശ്വാസം, നമ്മളിലൊക്കെ അവിശ്വാസം ഇല്ല എന്ന് നാം വിചാരിക്കുന്നു എങ്കിൽ നമ്മളിൽ വിശ്വാസത്തെക്കാൾ കൂടുതൽ നമ്മളെ ഭരിക്കുന്നത് അവിശ്വാസമാണ് എന്ന് നമ്മൾ യഥാർത്ഥമായി മനസ്സിലാക്കുമ്പോൾ നമ്മൾക്കത് കൂടുതലായി തിരിച്ചറിയുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. മാത്രമല്ല ദൈവം പറയുന്നു, നമ്മൾ ആദ്യത്തെ ആഴ്ച ധ്യാനിച്ചത് അവിശ്വാസമുള്ള ഹൃദയം ദുഷ്ടഹൃദയമാണ് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഇടയായി. മാത്രമല്ല അവിശ്വാസത്തിന് ശിക്ഷയുണ്ട് എന്ന് നമ്മൾക്ക് മനസ്സിലായി. മാത്രമല്ല അവിശ്വാസത്തിൽ മരിച്ചവർക്ക് നിത്യജീവനില്ല എന്നും നമ്മൾ ചിന്തിച്ചു. ദൈവത്തിൻ്റെ പുരോഹിതനായ സഖറിയാവിൻ്റെ മേലും അവിശ്വാസം കടന്നു വന്നു. അതുവഴി അവൻ ഊമനായി ചില മാസങ്ങൾ ആയിത്തീർന്നു എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിഞ്ഞു. മാത്രമല്ല ദൈവം അധികാരം കൊടുത്ത ശിഷ്യന്മാർ, ഭൂതത്തിന്മേൽ അധികാരം കൊടുത്ത ശിഷ്യന്മാർക്ക് അവിശ്വാസം കാരണം ഭൂതം പ്രവർത്തിക്കുവാൻ തക്കവണ്ണം അവർക്ക് കഴിയാതെ പോയി എന്നുള്ളതും നമ്മൾ ചില ആഴ്ചകളായി ചിന്തിച്ചു. മാത്രമല്ല നമ്മളിൽ അവിശ്വാസം ഇടുക എന്നുള്ള കാര്യമാണ് പിശാച് ആദ്യം ചെയ്യുന്നത്. നമ്മൾ വിശ്വാസികളാണെന്ന് പറയുമ്പോഴും നമ്മൾ വിശ്വാസത്തിൽ ജീവിക്കുമ്പോഴും നമ്മൾ അവിശ്വാസികളായി ജീവിക്കുന്നവരാണ്. നമ്മൾ എത്രത്തോളം വിശ്വാസത്തിൻ്റെ വാക്കുകൾ, നമ്മൾ ഈ ബൈബിളൊക്കെ വായിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് നമ്മളിതെല്ലാം കേട്ടിട്ട് നമ്മൾ വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയുമ്പോൾ സംശയം ഇടുന്ന അല്ലെങ്കിൽ അവിശ്വാസം ഇടുന്ന പിശാചിനെ നമ്മൾക്ക് കാണുവാനായി സാധിക്കുന്നുണ്ട്. നമ്മൾ വിശ്വാസത്തിൻ്റെ എത്ര വാക്കുകൾ എത്ര മധുരമായി പിശാചിനെ കൊടുത്താലും അല്ലെങ്കിൽ പിശാചിനോട് പറഞ്ഞാലും അവനെന്ത് ചെയ്യും? അവിശ്വാസമായി അല്ലെങ്കിൽ നമ്മളൊരു വിശ്വാസത്തിൻ്റെ വാക്കുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം ആയിക്കോട്ടെ, ഏതെങ്കിലും ഒരു സംഭവം ആയിക്കോട്ടെ, നമ്മുടെ വിശ്വാസം നാം പറഞ്ഞു കഴിയുമ്പോൾ ആ വിശ്വാസത്തെ അവിശ്വാസമായിട്ട് നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടിടുക എന്നുള്ളതാണ് പിശാചിൻ്റെ വലിയ ഒരു ദൗത്യം. പിശാച് അങ്ങനെയാണ്, നമ്മളെ തെറ്റിദ്ധരിപ്പിക്കും. നമ്മൾക്ക് ദൈവം ചെയ്ത അത്ഭുതങ്ങൾ പറയുമ്പോൾ ആ വിശ്വാസത്തെ അവിശ്വാസമാക്കി പിശാച് നമ്മുടെ മുമ്പിലേക്ക് ഇട്ട് തരും. പിശാച് നമ്മളെ കൊണ്ട് അവിശ്വാസത്തിൻ്റെ വാക്കുകൾ, വിശ്വാസം കുറയത്തക്ക രീതിയിൽ ഇങ്ങനെ നമ്മളെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇത് പിശാചിൻ്റെ വലിയൊരു പദ്ധതിയാണ്. ഈ അവിശ്വാസം നമ്മൾ ചിന്തിച്ചതുപോലെ ദൈവത്തോടുള്ള അധിക്ഷേപമാണ്. ദൈവത്തെ കളിയാക്കുന്നതിന് തുല്യമാണ് അവിശ്വാസം എന്ന് പറയുന്നത്. മാത്രമല്ല ഇപ്പം ഞാൻ ആദ്യ ആഴ്ചകളിൽ പറഞ്ഞു, നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളെ അല്ലെങ്കിൽ അവരുടെ പിതാവിനെ അവിശ്വസിക്കുക. അവർ പ്രോമിസ് ചെയ്ത ഏതെങ്കിലും ഒരു കാര്യം, ദൈവത്തോടുള്ള നമ്മുടെ വിശ്വാസം ഇങ്ങനെ കളയുവാൻ വേണ്ടി സംശയമിടുന്ന പിശാചിൻ്റെ പദ്ധതികളുണ്ട്. ആ സംശയം ദുർബലമാകുമ്പോൾ അല്ലെങ്കിൽ ആ വിശ്വാസം ദുർബലമാകുമ്പോഴാണ് പിശാച് നമ്മളെ കൊണ്ട് പാപം ചെയ്യിക്കുന്നത് അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് അകന്നു പോകുവാൻ തക്കവണ്ണം ഇടയാകുന്നത്. വിശ്വസിക്കുക, ദൈവത്തിൻ്റെ ദാസന്മാർ ദൈവവചനം പറയുന്നത് പോലും വിശ്വസിക്കുവാൻ തക്കവണ്ണം. നമുക്കറിയാം 2 രാജാക്കന്മാരുടെ പുസ്തകം 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് വളരെ സുപരിചിതമായ രാജാവിൻ്റെ അകമ്പടി നായകനെ കുറിച്ച് നമുക്കറിയാം. എലീശ പറഞ്ഞു, നാളെ രാജ്യത്തെങ്ങും ക്ഷാമമാണ്. രാജ്യത്തെങ്ങും ക്ഷാമമായി നിൽക്കുമ്പോൾ രാജ്യത്ത് ആ വലിയ പ്രതിസന്ധി നേരിടുകയാണ്. ഭക്ഷണം പോലും കഴിക്കുവാൻ തക്കവണ്ണം ഇല്ലാത്ത അവസ്ഥ, അത് കിട്ടുന്നതിന് വേണ്ടി വലിയ തുക മുടക്കേണ്ട അവസ്ഥ. അങ്ങനെ നിൽക്കുമ്പോഴാണ് എലീശ പറയുന്നത്, 2 രാജാക്കന്മാർ 7 യഹോവ അരുളി ചെയ്യുന്നത്, ദൈവത്തിന്റെ ദാസനായ എലീശ പറയുകയാണ്, നാളെ ഈ നേരത്ത് ശമര്യയുടെ പടിവാതുക്കൽ ശേക്കലിന് 1 സെയ്യ ഗോതമ്പും ശേക്കലിന് 1 സെയ്യ യവവും വിൽക്കും. ഏറ്റവും കുറഞ്ഞ നിരക്കിൽ. ക്ഷാമമാണ്, ദേശത്തെങ്ങും വലിയ പ്രതിസന്ധി നേരിടുകയാണ്. ഒരു അമ്മ
മറ്റൊരു അമ്മയോട് പറഞ്ഞു, ഇന്ന് നമുക്ക് ക്ഷാമം കാരണം ഇന്ന് നിന്റെ കുഞ്ഞിനെ നമുക്ക് വേവിച്ച് തിന്നാം, നാളെ അടുത്ത ദിവസം നിന്റെ കുഞ്ഞിനെ തരിക. നമുക്ക് അങ്ങനെ ഒരു എഗ്രിമെന്റിൽ നോക്കുക. സ്വന്തം കുഞ്ഞുങ്ങളെ ഭക്ഷിക്കത്തക്ക രീതിയിൽ ക്ഷാമം വന്നിരിക്കുന്ന ഒരു രാജ്യത്ത് ഈ ദൈവം ഏലീശ മുഖാന്തരം അല്ലെങ്കിൽ ഏലീശയിൽ കൂടെ പറയുകയാണ്, നാളെ അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ നാളെ എല്ലാവർക്കും ഭക്ഷണം ലഭിക്കും, അല്ലെങ്കിൽ ഭക്ഷണധാന്യം ലഭിക്കും എന്ന് പറയുമ്പോൾ അകമ്പടി നായകൻ പറയാണ്, യഹോവ ആകാശത്തിൻ്റെ കിളിവാതിലുകൾ ഉണ്ടാക്കിയാലും അത് സംഭവിക്കുകയില്ല എന്നാണ് രാജാവിൻ്റെ അകമ്പടി നായകൻ പറയുന്നത്. അത് യഹോവയുടെ പേരിൽ തന്നെയാണ് പറയുന്നത്. യഹോവ കിളിവാതിൽ തുറന്നാലും, അല്ലെങ്കിൽ നാളെ ഇത് സംഭവിക്കുമോ സംശയമാണ് എന്നല്ല അവൻ പറയുന്നത്. അകമ്പടി നായകൻ പറയുന്നത്, യഹോവ ആകാശത്തിൽ കിളിവാതിൽ തുറന്നാലും അത് സംഭവിക്കുകയില്ല. എലീശ പറഞ്ഞു, നാളെ അത് സംഭവിക്കും, പക്ഷെ നീ എന്ത് ചെയ്തില്ല, അത് കാണും, അത് അനുഭവിക്കുകയില്ല എന്നാണ്. കാരണം അവിശ്വാസം പറയുന്നവർക്ക് ചില നന്മകൾ കാണുവാൻ മാത്രമേ കഴിയുകയുള്ളൂ, അത് അനുഭവിക്കുവാൻ തക്കവണ്ണം കഴിയുകയില്ല. ആരാം സൈന്യം ഇസ്രായേലിനെതിരെ വന്നപ്പോൾ ദൈവം ആരാം സൈന്യത്തിനെതിരെ തിരിയുകയും അവർ ആ പാളയമിട്ടിട്ട് ഓടിപ്പോവുകയും പാളയത്തിൽ കിടന്ന ഭക്ഷ്യവസ്തുക്കളെല്ലാം ഈ രാജ്യം കൊള്ള, അത് 4 കുഷ്ഠരോഗികളിൽ കൂടിയാണ് സംഭവിച്ചത്. 6-ാം അധ്യായം 7-ാം അധ്യായം ഒക്കെ വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. നോക്കുക, 4 കുഷ്ഠരോഗികളെ കൊണ്ടാണ് ദൈവം ആ പ്രവൃത്തി ചെയ്തെടുക്കുക. അവിശ്വസിക്കുക, നിന്റെ കണ്ണുകൊണ്ട് നീ കാണും, പക്ഷെ നീ എന്ത് ചെയ്യത്തില്ല, അത് തിന്നുകയില്ല. അവിശ്വാസത്തിൻ്റെ വാക്കുകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കരുത്. ദൈവിക കാര്യങ്ങളിൽ, ദൈവത്തിൻ്റെ നന്മകളെ, ദൈവിക പ്രവർത്തനങ്ങളിൽ നാം അവിശ്വാസത്തിൻ്റെ വാക്കുകൾ ഉപയോഗിക്കരുത് എന്നാണ് ദൈവം നമ്മളോട് പറയുന്നത്. നമ്മൾ അവിശ്വാസത്തിൻ്റെ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ, ഇപ്പം നമ്മൾക്ക് ഒരു കാര്യം ദൈവം നമ്മളോട് പ്രോമിസ് ചെയ്തിട്ടുണ്ട്, നിനക്ക് ഇന്നത് തരാം, ഇന്ന കാര്യം നിനക്ക് വേണ്ടി ചെയ്യാം എന്ന് ദൈവം പറയുമ്പോൾ നമ്മളത് അത് സംഭവിക്കത്തില്ല എന്ന് പറയുമ്പോൾ, ഒരു പക്ഷേ എന്താണ്, നമ്മുടെ ആ ഭവനത്തിലേക്ക് ആ നന്മ വരുമ്പോൾ അതിനെ വേണ്ടവണ്ണം ഉപയോഗപ്പെടുത്തുവാൻ തക്കവണ്ണം നമുക്ക് അവിശ്വാസം പറയുന്ന ആളുകൾക്ക് അത് കഴിയാതെ പോകും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും നാം അവിശ്വാസത്തിൻ്റെ വാക്കുകൾ ഉപയോഗിക്കുവാൻ തക്കവണ്ണം പാടില്ല. നമുക്കറിയാം, പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 5-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ യേശു തൻ്റെ പിതൃനഗരമായ നസ്രത്തിലേക്ക് എത്തപ്പെടുന്നുണ്ട്. അവിടെ ചെന്നിട്ട് അതിൻ്റെ 5-ാം വാക്യത്തിൽ ഇങ്ങനെ കാണും, ഏതാനും ചില രോഗികളുടെ മേൽ കൈവച്ചു സൗഖ്യം വരുത്തിയതല്ലാതെ അവിടെ വീര്യപ്രവർത്തികൾ ഒന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല. അവരുടെ അവിശ്വാസം ഹേതുവായി അവൻ ആശ്ചര്യപ്പെട്ടു. യേശുക്രിസ്തു തൻ്റെ സ്വന്തം സ്ഥലമായ നസ്രത്തിൽ എത്തപ്പെട്ടപ്പോൾ അവരുടെ അവിശ്വാസം കാരണം കർത്താവിന് അവിടെ അത്ഭുതങ്ങളൊന്നും ചെയ്യുവാൻ തക്കവണ്ണം കഴിഞ്ഞില്ല. ചില രോഗികളുടെ മേൽ മാത്രം അവരുടെ മേൽ കൈവച്ച് സൗഖ്യം വരുത്തിയതല്ലാതെ കഴിഞ്ഞില്ല. അവിടെ അത്ഭുതങ്ങളൊന്നും ചെയ്യുവാൻ തക്കവണ്ണം കഴിഞ്ഞില്ല. നോക്കുക, യേശുവിൻ്റെ സ്വന്തം സ്ഥലമാണ്. യേശുക്രിസ്തു അത്ഭുതങ്ങൾ ചെയ്യുന്നവനാണ്, അതിശയങ്ങൾ പ്രവർത്തിക്കുന്നവനാണ്, രോഗികൾക്ക് സൗഖ്യം നൽകുന്നവനാണ്. അവൻ്റെ ലാവണ്യ വാക്കുകൾ കേട്ട് ഭക്ഷണം പോലും കഴിക്കാതെ ആളുകൾ ഇരുന്ന് അവൻ്റെ വാക്കുകൾ കേൾക്കുന്ന ആ യേശു സ്വന്തം സ്ഥലത്തേക്ക് വന്നപ്പോൾ, സ്വന്തം നഗരത്തിലേക്ക് വന്നപ്പോൾ യേശു ക്രിസ്തുവിനെ സംശയത്തോടെയാണ്, അവജ്ഞയോടെയാണ് നോക്കിയത് എന്ന് നമ്മൾക്ക് കാണുവാനായി സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് യേശു ക്രിസ്തു അവിടെ അത്ഭുതങ്ങൾ ചെയ്തില്ല. അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ തക്കവണ്ണം കഴിഞ്ഞില്ല എന്നല്ല, അവിടെ അനുഗ്രഹം ആവശ്യമില്ലാത്ത ജനത്തിന് എന്തിനു വേണ്ടിയാണ്? ഇപ്പം നമ്മളൊരു ഗിഫ്റ്റ് ഒരാൾ കൊടുക്കാൻ വേണ്ടി നിന്നാൽ, നമ്മളെ മൈൻഡ് ചെയ്യാതിരുന്നാൽ നമ്മൾ കൊടുക്കത്തില്ല എന്ന് പറഞ്ഞതുപോലെയാണ് യേശുക്രിസ്തുവിനെ അവജ്ഞയോടെ കണ്ടതുകൊണ്ട്, യേശുക്രിസ്തുവിൻ്റെ മാനുഷികമായ പരിഗണനകൾ വെച്ചുകൊണ്ട് അവർ ചിന്തിച്ചതുകൊണ്ട് അവർക്ക് യേശുക്രിസ്തുവിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കാൻ തക്കവണ്ണം കഴിഞ്ഞില്ല. 6-ാം അധ്യായം 2-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ശബ്ബത്തായപ്പോൾ അവൻ പള്ളിയിൽ ഉപദേശിച്ചു തുടങ്ങി. പലരും കേട്ടു, വിസ്മയിച്ചു. യേശുവിൻ്റെ വാക്കുകൾ കേട്ടു, എല്ലാവരും ഭയങ്കര വിസ്മയിച്ചു. നമ്മൾ അറിയാമല്ലോ, ചില പ്രസംഗങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് എന്നാ പ്രസംഗമാണെന്ന് പറയും. പക്ഷേ നമ്മൾ ആ പ്രസംഗം എന്ത് ചെയ്യില്ല, നമ്മൾ മറന്നുപോകും. നമ്മൾ അതിൻ്റെ അകത്ത് പറഞ്ഞ പ്രസംഗത്തിലെ
ഒന്നും എന്ത് ചെയ്യത്തില്ല, നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരത്തില്ല. നമ്മളത് വലിയ സംഭവമാണെന്ന് നമ്മൾ പറയും. ഇതുപോലെ തന്നെയാണ് യേശുക്രിസ്തുവിന്റെ വാക്കുകൾ കേട്ടിട്ട് അവർ വിസ്മയിച്ചു. ഇവ എവിടെ നിന്ന് ഇവന് കിട്ടി? ഈ ജ്ഞാനവും ഇവന്റെ കയ്യാൽ നടക്കുന്ന വീര്യപ്രവർത്തികളും എന്ത് എന്ന് അവർ അത്ഭുതപ്പെടുകയാണ്, വിസ്മയിക്കുകയാണ്. പക്ഷേ അടുത്ത വാക്യത്തിലേക്ക് വരുമ്പോൾ അവർ മാനുഷികമായി ചിന്തിച്ചിട്ട് ഇങ്ങനെ പറയാണ്, ഇവൻ മറിയയുടെ മകനല്ലോ, ഇവന്റെ സഹോദരനായ യാക്കോബും യോസെ, യൂദ, ശീമോൻ എന്നിവരുടെ സഹോദരനുമായ തച്ചനല്ലയോ? അപ്പോൾ യേശുക്രിസ്തുവിന്റെ സഹോദരന്മാരായ യാക്കോബും യോസയും യൂദയും ശീമോനും ഒക്കെ എന്ത് ചെയ്യുന്നു? അവിടെ ഉണ്ടല്ലോ. ഈ സഹോദരന്മാർ ഇങ്ങനെ ജീവിക്കുമ്പോൾ ഇവന് എവിടെ നിന്ന് ജ്ഞാനം കിട്ടി? മാത്രമല്ല യേശുക്രിസ്തുവിന്റെ സഹോദരിമാരും അവിടെ ഉണ്ട് എന്ന് നമ്മൾക്ക്, ഇവന്റെ സഹോദരികളും ഇവിടെ നമ്മളോട് കൂടെ ഇല്ലയോ എന്ന് പറഞ്ഞ് അവർ ഇടറിപ്പോയി. അപ്പോൾ യേശുക്രിസ്തുവിന്റെ കുടുംബ പശ്ചാത്തലം നോക്കി എന്ത് ചെയ്തു? അവർ ഇടറിപ്പോയി. പലപ്പോഴും ഈ മനുഷ്യന് പറ്റുന്ന ഒരു പ്രതിസന്ധി നമ്മുടെ പശ്ചാത്തലമാണ് നോക്കുന്നത്. ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹങ്ങളെ അവർ തിരിച്ചറിഞ്ഞില്ല. ദൈവത്തിൻ്റെ പദ്ധതിയായി യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നത് അവർക്ക് തിരിച്ചറിയുവാൻ തക്കവണ്ണം കഴിഞ്ഞില്ല. അവരെന്ത് ചെയ്തു? യേശുക്രിസ്തുവിനെ അവിശ്വസിച്ചു. യേശുക്രിസ്തുവിനെ അവിശ്വസിക്കുവാൻ തക്കവണ്ണം, അല്ലെങ്കിൽ ജനക്കൂട്ടത്തെ അവിശ്വസിപ്പിക്കുവാൻ തക്കവണ്ണം ഒരു കൂട്ടർ എപ്പോഴും യേശുക്രിസ്തുവിന്റെ പുറകെ ഉണ്ടായിരുന്നു. സദൂക്യരും പരീശന്മാരും അങ്ങനെയുള്ള ചില ആളുകളൊക്കെ ഉണ്ടായിരുന്നു. യേശുക്രിസ്തുവിനെ അവിശ്വസിക്കുക, യേശുക്രിസ്തുവിന്റെ ചെറിയ ചെറിയ വാക്കുകളിൽ പിടിച്ച് അതിനെ എതിർ പറയുക എന്നുള്ളത് അവരുടെ ഒരു ശീലമായിരുന്നു. യേശുക്രിസ്തുവിനെ ഒരു സാധാരണക്കാരനായി മാത്രമേ അവർക്ക് ചിന്തിക്കുവാൻ തക്കവണ്ണം കഴിഞ്ഞുള്ളൂ. നമ്മുടെ ചുറ്റുവട്ടത്തിലും അങ്ങനെയൊക്കെ ചില ആളുകളുണ്ട്. സാധാരണം എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ചില അസാധാരണമായ ആളുകളുണ്ട്. അങ്ങനെ അവർ ചിന്തിച്ചുകൊണ്ട് ഇതിൽ നിന്ന് എപ്പോഴും ഇടറിപ്പോകുവാൻ തക്കവണ്ണം ഇടയാ. അതുകൊണ്ട് യേശുക്രിസ്തു തൻ്റെ പിതൃനഗരത്തിൽ അത്ഭുതങ്ങൾ ചെയ്യണമെന്നാണ് യേശുവിൻ്റെ ആഗ്രഹം. പക്ഷേ ഇത് ചെയ്തില്ല. അവരുടെ അവിശ്വാസം കാരണം അത് സാധ്യമായില്ല. അവിശ്വാസം കാരണം അനേക രോഗികൾ അവിടെ ഉണ്ടായിരുന്നു. ചിലരുടെ അവിശ്വാസം കാരണം ചിലരുടെ നന്മ മുടങ്ങിപ്പോയി. നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ ഭവനത്തിൽ നാം ഒരാൾ അവിശ്വസിക്കുക വഴി നമ്മുടെ ഭവനത്തിലെ ചില നന്മകൾ ലഭ്യമാകാതെ പോകും. ചില രോഗസൗഖ്യങ്ങൾ ലഭ്യമാകാതെ പോകും. ചില നന്മകൾ അത് ദീർഘമായ കാലയളവിലേക്ക് നീണ്ടുപോകും. അതുകൊണ്ട് നാം ഒരു കുടുംബത്തിലായിരിക്കുമ്പോൾ നമ്മുടെ അവിശ്വാസം കാരണം മറ്റൊരാൾക്ക് അത് ബുദ്ധിമുട്ടുണ്ടാകരുത്. അത് നമ്മുടെ നന്മകൾക്ക് തടസ്സമാകരുത്. അവിശ്വസിക്കരുത് എന്ന് ദൈവം നമ്മളോട് പറയുന്നു. ഇവിടെ ചിലരുടെ അവിശ്വാസം കാരണം, ചിലരുടെ അവിശ്വാസത്തിന്റെ വാക്കുകൾ കാരണം അനേക രോഗികൾ അവിടെ ഉണ്ടായിരുന്നു, അനേക ഭൂതഗ്രസ്തരുണ്ടായിരുന്നു. അവർക്കൊന്നും സൗഖ്യം ലഭ്യമാകാതെ. അപ്പോൾ അവിശ്വാസം കാരണം ഒരു അവിശ്വാസം കാരണം നമ്മുടെ സഭയിൽ മറ്റൊരാൾക്ക് നന്മയില്ലാതായി പോകരുത്, അവർക്ക് രോഗസൗഖ്യം ഇല്ലാതായി പോകരുത്. നമ്മൾ ചിന്തിക്കുക, ഇപ്പം നമ്മളിൽ ആർക്കെങ്കിലും ഒരു അസുഖം വന്നാൽ നമ്മൾ ചിന്തിക്കുക, നമ്മൾ പ്രാർത്ഥിച്ചിട്ട് പറയും അങ്ങനെയാണ്, കരഞ്ഞൊക്കെ പ്രാർത്ഥിച്ചുകളെ. ആരുടെയും അസുഖമൊക്കെ പറഞ്ഞാൽ കരഞ്ഞ് പ്രാർത്ഥിക്കും. നമ്മൾ ഓർക്കും കർത്താവേ ഇതെന്തോ സംഭവം നോക്കും. പക്ഷേ ഇറങ്ങി വന്നിട്ട് അവർ നേരെ തിരിച്ചു പറയും. ആ കരഞ്ഞതൊക്കെ എന്താ? അവരുടെ വെറും ഷോയായി. ഇങ്ങനെയാണ് നമ്മുടെ അവിശ്വാസത്തിൻ്റെ വാക്കുകൾ മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടായി തീരരുത്. നമുക്കറിയാം, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ശേഷം മുമ്പ് ഓർപ്പിച്ചിട്ടുണ്ട്, നമ്മൾ പ്രാർത്ഥിച്ച് നമ്മൾ കണ്ണീരൊഴുക്കിയൊക്കെ പ്രാർത്ഥിക്കും. പക്ഷേ പുറത്തേക്ക് വന്നിട്ട് നമ്മൾ ഇപ്പം നമ്മളൊരു രോഗത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞു, നമ്മളൊരു രോഗത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. പക്ഷെ പ്രാർത്ഥിച്ച് നമ്മൾ കണ്ണീരൊക്കെ ഒഴുക്കി പ്രാർത്ഥിച്ചു, എല്ലാവരും പ്രാർത്ഥിച്ചു, സൗഖ്യമാകും ബ്രദറെ എന്നൊക്കെ പറഞ്ഞ് നമ്മളൊരു കൈയൊക്കെ കൊടുത്തു. നമ്മളിങ്ങോട്ട് പിന്നീട് അതിനെക്കുറിച്ച് നമ്മളിരുന്ന് സംസാരിക്കുമല്ലോ. അവിടെ നമ്മുടെ ഈ പ്രശ്നം മൊത്തം ഇരിക്കുന്നത് നമ്മൾ പിന്നീടുള്ള സംസാരങ്ങളിലാണ്. അതെന്തും ആകട്ടെ, നമ്മുടെ താളം മൊത്തം തെറ്റുന്നതും പിശാച് വന്ന് കയറുന്നതും എല്ലാം അവിടെ വെച്ചാൽ നമ്മളിരുന്ന് പിന്നെ പറയും, അങ്ങനെ വന്നവർക്കൊന്നും കഴിഞ്ഞ് ഇന്നിടെ നമ്മുടെ ഒരു പരിചയക്കാരനുണ്ടായിരുന്നു, പുള്ളിക്ക് ഇതുപോലെ വന്നതാ, പുള്ളിക്ക് കുറഞ്ഞൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ കേട്ടിരിക്കുന്ന ആളും എന്ത് ചെയ്യും? അതിനെ അങ്ങ് വിശ്വസിക്കുക. അതുവഴി എന്താ? നമ്മുടെ ആ നന്മകൾ, അനുഗ്രഹങ്ങൾ ഇല്ലാതായിപ്പോയി. അസുഖം വന്നവന് സമ്മർദ്ദത്തിന്മേൽ സമ്മർദ്ദമായി പുള്ളി ആകെ വിഷമിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിക്കണം. ഏത് അന്ധകാരത്തിലും ഒരിക്കലും സാധ്യമല്ല എന്ന് പറയുന്ന ആ ഒരളവിലും ദൈവത്തെ വിശ്വസിക്കുന്നുവെങ്കിൽ
നമ്മളോട് ദൈവം പ്രവർത്തിക്കും. ഇനി ഒരു വേള നമ്മളങ്ങ് പറഞ്ഞു പോയാൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തോട് ക്ഷമ ചോദിക്കും. നമ്മൾ ഈ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് ഞാനീ പറയുന്നത് പോലെ നമ്മളിരുന്ന് വർത്താനം പറഞ്ഞിട്ട് നമ്മളത് ദൈവത്തോട് ക്ഷമ ചോദിക്കത്തില്ല. നമ്മുടെ തെറ്റുകൾ നമ്മൾ ചിന്തിക്കുന്നത് പോലും നമ്മളൊന്ന് ചെറിയൊരു ഇടവേള 1 മിനിറ്റ് ചിന്തിക്കുന്നതിൽ പോലും പാപം കടന്നുകൂടുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. ആ ഒരു ഇടവേളയിൽ പോലും ഇത് അവിശ്വാസത്തിൻ്റെ വാക്കുകൾ കയറി വരുമ്പോൾ തീർച്ചയായും കർത്താവേ, ഞാൻ അങ്ങേ ഒന്ന് അവിശ്വസിച്ചു പോയി, ഇത് വലിയ പാപമാണ്, അങ്ങനോട് ക്ഷമിക്കണമേ എന്ന് എന്ത് ചെയ്യണം? നാം തീർച്ചയായും അങ്ങനെ പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. അവിശ്വാസത്തിലേക്ക് നമ്മളെ കടത്തിക്കൊണ്ടു പോകുന്നത് പിശാചിൻ്റെ വലിയ പദ്ധതിയാണ്. വിശ്വാസത്തിലൂടെ മാത്രമേ ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും ലഭിക്കൂ എന്ന് പിശാചിനറിയാം. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തെ അവിശ്വാസം കൊണ്ട് നിറയ്ക്കുവാൻ തക്കവണ്ണം പിശാച് ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിശാചിൻ്റെ കൈക്കുള്ളിൽ നമ്മൾ വീണുപോകരുത്. നമ്മളെ തെറ്റിച്ചു കളയുന്ന ആളുകളുണ്ട്. ഈ പാപത്തിൻ്റെ ഒരു പ്രത്യേകത, ആ പാപികൾ പാപം ചെയ്യുക മാത്രമല്ല മറ്റുള്ളവരെ പാപം ചെയ്യുവാൻ തക്കവണ്ണം പ്രേരിപ്പിക്കുന്നുണ്ട്. ഇസ്രായേലിലെ ആദ്യത്തെ രാജാവായ യെരോബെയാം അവൻ പാപം ചെയ്തു എന്ന് പറഞ്ഞാൽ അവൻ ദാനിലും ബഥേലിലും അവൻ സ്വർണം കൊണ്ടുള്ള കാളക്കുട്ടിയെ ഉണ്ടാക്കി, വിഗ്രഹങ്ങൾ ഉണ്ടാക്കിയിട്ട് അവൻ അതിനെ നമസ്കരിക്കുക മാത്രമല്ല ഇസ്രായേലിലെ എല്ലാ ജനത്തെയും നമസ്കരിക്കുവാൻ തക്കവണ്ണം പ്രേരിപ്പിച്ചു. അങ്ങനെ നമ്മളെ പ്രേരിപ്പിക്കുന്ന ശക്തികളുണ്ട്. നാം അറിയാതെ നമ്മുടെ വിശ്വാസത്തെ തകിടം മറിക്കുന്ന അവിശ്വാസത്തിൻ്റെ പദ്ധതികൾ പിശാച് ഇടാറുണ്ട്. അത് നാം വളരെ പ്രാർത്ഥനയോടുകൂടെ മാത്രമേ അതിനെ അതിജീവിക്കുവാൻ തക്കവണ്ണം കഴിയുകയുള്ളൂ. കർത്താവിനോട് പറയണം, കർത്താവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എനിക്ക് നൽകണമേ എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് ഇത് നമ്മൾക്ക് വിവേചിച്ചു തരും. ശരിയാണോ, ഇത് തെറ്റാണോ, ഇയാൾ പറയുന്നത് എന്താണ്, അല്ലെങ്കിൽ ഇദ്ദേഹം എന്ത് ഉദ്ദേശത്തിലാണ് ഇത് പറയുന്നത് എന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ വിവേചിച്ചു തരും. ദൈവത്തിൻ്റെ വചനം സംസാരിക്കുമ്പോഴും അത് നമ്മുടെ പ്രാണനെയും സന്ധിവഞ്ചികളെയും നിരൂപണങ്ങളെയും എല്ലാം ശോധന ചെയ്ത് എല്ലാം തിരിച്ച് നമ്മൾക്ക് വേറെ തിരിച്ചു തരുന്നതാണ്. അപ്പോൾ ആ വചനം നമ്മുടെ ഉള്ളിൽ വേണം. നമ്മൾ പലപ്പോഴും വചനം ഈ കാലഘട്ടത്തിൽ വചനം അറിയാത്തതിൻ്റെ വലിയ പ്രതിസന്ധി ഈ കാലഘട്ടത്തിൽ നേരിടുന്നുണ്ട്. നമുക്കറിയാം, നമ്മൾ ഈ വചനം പഠിക്കുന്നതിലും വചനം മനസ്സിലാക്കുന്നതിലുമാണ് കൂടുതൽ നമ്മൾ പ്രാധാന്യം കൊടുക്കും. ചില സഭകളെ നാം പരിശോധിക്കും, ആരെയും കുറ്റം പറയുന്നതല്ല, ചില സഭകളെയൊക്കെ നാം പരിശോധിക്കുമ്പോൾ അവിടെ പാട്ടും ബഹളവും ഭയങ്കര പരിപാടിയാണ്, ഒരു ഉണർവാണ്. പ്രാർത്ഥിക്കാൻ പറഞ്ഞ 5-6 പേരൊക്കെ ഒരുമിച്ച് പ്രാർത്ഥിച്ചു കളയും. സ്തോത്രം പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകുന്ന സൗണ്ടിലൊക്കെ ഒരു സ്തോത്രം പറയും. പക്ഷേ പ്രശ്നങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ വചനം ഹൃദയത്തിലില്ലാത്തതുകൊണ്ട് അവിശ്വാസം പെട്ടെന്ന് അവരിലേക്ക് വരുവാൻ തക്കവണ്ണമുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സാധ്യതകളെ നാം മറികടക്കണമെന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വേണം. മാത്രമല്ല വചനം നമ്മുടെ ഉള്ളിൽ വേണം. വചനം നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനെയൊക്കെ അതിജീവിക്കുവാനും ഇതിനെ തിരിച്ചറിയുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കും. ഒരു പാപി ദൈവത്തെ സംശയിക്കുക അല്ലെങ്കിൽ ദൈവത്തെ അവിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് കുഴപ്പമില്ല. ഒരു പാപി അല്ലെങ്കിൽ ഒരു പാപം ചെയ്യുന്ന ഒരാൾ ദൈവത്തെ അവിശ്വസിക്കുക. എന്നാൽ ഒരു വിശ്വാസി ദൈവത്തെ അവിശ്വസിക്കുവാൻ തക്കവണ്ണം ഒരിക്കലും പാടില്ല. കാരണം ഒരു വിശ്വാസിയെ സംബന്ധിച്ച് നമുക്കറിയാം, ദൈവത്തിൻ്റെ സ്നേഹം നാളുകളായി തിരിച്ചറിഞ്ഞവനാണ്. ദൈവത്തിൻ്റെ ആ കാരുണ്യവും ദയവും എല്ലാം തിരിച്ചറിഞ്ഞിട്ട് അതെല്ലാം നാളുകളായി അനുഭവിച്ചിട്ട് ദൈവത്തെ നമ്മൾ തള്ളിപ്പറയും. അല്ലെങ്കിൽ നമുക്കറിയാം, നമ്മുടെ ഒരു മകൻ, നമുക്കറിയാം ഈ നാളുകളിലൊക്കെ ഒരുപാട് കുഞ്ഞുങ്ങൾ അപ്പനെ അമ്മയൊക്കെ നിഷേധിച്ച് പോകുന്ന ആളുകൾ. അത്രയും കാലം പിതാവ് നൽകിയ സ്നേഹം, പിതാവും മാതാവും സഹോദരങ്ങളും എല്ലാം നൽകിയ സ്നേഹം അനുഭവിച്ചിട്ട് കുടുംബത്തെ ഒരു നാൾ തള്ളിപ്പറഞ്ഞ് ഇറങ്ങിപ്പോകുന്ന കുഞ്ഞുങ്ങളെ നമ്മൾക്ക് കാണുവാനായി, അല്ലെങ്കിൽ അവരെ ഉപദ്രവിക്കുന്ന കുഞ്ഞുങ്ങളെ നമ്മൾ കാണുവാനായി സാധിക്കുന്നുണ്ട്. ഇത് തന്നെയാണ് ദൈവത്തിൻ്റെ എല്ലാ കരുണയും അനുഭവിച്ചിട്ട്, ദൈവത്തിൻ്റെ എല്ലാ ദയയും അനുഭവിച്ചിട്ട്, ദൈവത്തിൻ്റെ എല്ലാ സ്നേഹവും അനുഭവിച്ചിട്ട്, ദൈവത്തിൻ്റെ ആ വലിയ കരുതൽ, ഇത്രത്തോളം കരുതിയ ആ ദൈവത്തിൻ്റെ സ്നേഹത്തെ മറന്നിട്ട് നമ്മൾ അവിശ്വസിക്കുമ്പോൾ ദൈവത്തിന് അത് മനസ്സിലാകും. ഇത്രയും നാൾ സ്നേഹിച്ച പിതാവിനെ അവർ മറന്നു എന്നുള്ള ഒരു ചിന്ത. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ ദൈവത്തെ ഒരിക്കൽ പോലും അവിശ്വസിക്കുവാൻ തക്കവണ്ണം ഇടയാകരുത്. നമുക്കറിയാം, ദിദിമോസ് എന്ന തോമസ്, യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ ദിദിമോസ് എന്ന തോമസിനെ നമ്മൾക്ക് അവിടെ കാണുവാനായി സാധിക്കുന്നുണ്ട്. നമുക്കറിയാവുന്ന സംഭവമാണ്. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന് അറിഞ്ഞപ്പോൾ തൻ്റെ സഹോദരന്മാർ പറഞ്ഞപ്പോൾ, അല്ലെങ്കിൽ തൻ്റെ സ്നേഹിതരായ ശിഷ്യന്മാർ പറഞ്ഞപ്പോൾ, ദിദിമോസ് പറഞ്ഞത് യേശുക്രിസ്തുവിനെ കാണുമ്പോൾ ആ മുറിവേറ്റ
ആ കരങ്ങളിൽ, ആ ആണിപ്പഴുതുകളിൽ അതിൽ ഞാൻ വിരലിട്ട് നോക്കിയാൽ മാത്രമേ എനിക്ക് വിശ്വസിക്കുവാൻ തക്കവണ്ണം കഴിയുകയുള്ളൂ എന്ന് പറഞ്ഞ ദിദിമോസ്. യേശുവിനെ കണ്ടിട്ട് അത് കൺഫേം ചെയ്തിട്ട് മാത്രമേ ഞാൻ അത് വിശ്വസിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ ദിദിമോസ്. ആ ദിദിമോസിൻ്റെ അടുക്കൽ വന്നിട്ട് കർത്താവ് പറയുകയാണ്, നീ അവിശ്വാസിയാകരുത്, നീ വിശ്വാസം ഉള്ളവനായിരിക്കണം. നീ എന്നെ കണ്ടിട്ടാണ് നീ എന്നെ വിശ്വസിച്ചത്, എന്നാൽ കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന് ദിദിമോസിനോട് പറയുന്നുണ്ട്. നാം എല്ലാം കാണാതെ വിശ്വസിക്കുന്നവരാണ്. കർത്താവ് മരിച്ചു, ഉയർത്തെഴുന്നേറ്റു, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അവൻ കാൽവരിയിൽ യാഗമായി തീർന്നു എന്ന് നാം കാണാതെ വിശ്വസിക്കുന്നവരാണ്. ആ കാണാതെ വിശ്വസിക്കുന്ന നമ്മളാണ് ഭാഗ്യവാന്മാർ എന്ന് ദിദിമോസിനോട് കർത്താവ് പറയുന്നു. നിന്റെ അവിശ്വാസത്തെ മാറ്റുക, വിശ്വാസിയായിരിക്കുക എന്ന് പറയും. ഈ ദിവസങ്ങളിൽ നമ്മൾ ഇത്രയും സമയം ചിന്തിച്ചപ്പോൾ ദിദിമോസിനെ, ആ അകമ്പടി നായകനെ, ഹല്ലേലൂയ, നസ്രയത്തിലെ ആളുകൾ, ഇവരെല്ലാം അവിശ്വാസത്തെ, നമുക്ക് ബൈബിളിൽ ഉടനീളം പരിശോധിക്കുമ്പോൾ അവിശ്വാസികളായ, അവിശ്വാസത്തിൻ്റെ വാക്കുകൾ പറഞ്ഞ ഒരുപാട് ആളുകളെ നമ്മൾക്ക് കാണുവാനായി സാധിക്കുന്നു. ഒന്നും വേണ്ട, ഇസ്രയേലിൻ്റെ ചരിത്രം അന്നു മുതൽ ഇന്നു വരെ, ഈ 2025 ഈ മാസം വരെ, ഈ ദിവസം വരെ നമ്മൾ ചിന്തിക്കുമ്പോൾ, ഇസ്രയേലിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ ദൈവത്തെ അവിശ്വസിച്ച ഏറ്റവും ഭീകരമായ ആളുകളാണ് അവർ. അതിൻ്റെ ശിക്ഷ കാലാകാലങ്ങളിൽ അവർക്ക് ലഭ്യമായിട്ടും അവർക്ക് ദൈവത്തെ യഥാർത്ഥമായി വിശ്വസിക്കുവാൻ തക്കവണ്ണം അവർക്ക് കഴിഞ്ഞില്ല എന്ന് നമ്മൾക്ക് മനസ്സിലാകുമ്പോൾ നാം ഹല്ലേലൂയ ഒന്നുമല്ലാതിരിക്കുന്ന നമ്മൾ ദൈവത്തെ വിശ്വസിക്കുകയും ദൈവത്തെ ആശ്രയിക്കുകയും അവൻ്റെ ആ കരവലയത്തിൽ നിന്നുകൊണ്ട് മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ ഇത്രത്തോളം സഹായിച്ചതിനായി നമുക്ക് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം. അവിശ്വാസം അത് ദൈവം ഇഷ്ടപ്പെടുന്നില്ല, അത് നമ്മൾ ഉപയോഗിക്കരുത്. നമ്മൾ വിശ്വാസത്തിൻ്റെ വാക്കുകളെ ഉപയോഗിച്ചുകൊണ്ട് വിശ്വാസികളായി തീരുവാൻ തക്കവണ്ണം ആഹ്വാനം ചെയ്യുന്നു. എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം.